മാന്യമായി ചോദിക്കാൻ തയ്യാറാണ്. മാന്യമായ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ചോദ്യം, നിങ്ങളും നമ്മളൊക്കെ സമ്മതിച്ച് അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത, ഉമർ ബിൻ ഖത്താബിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു പരിപാടിയായിട്ട് മൗലൂദ് മുൾഫർ രാജാവ് തുടങ്ങി. അത് നിങ്ങൾ സമ്മതിച്ചു. അൽഹംദുലില്ലാ, മതി. ഇനി നമുക്ക് ഒന്നും വേണമെന്നില്ല. അൽഹംദുലില്ലാ, നമുക്ക് ഒന്നും വേണമെന്നില്ല. അത്ര ആവശ്യമുള്ളൂ. ഓക്കെ, അൽഹംദുലില്ലാ. ആ വാചകം ഒന്നും കൂടി പറയും. ഓക്കെ, ആ വാചകം ഒന്നും പറയും. നമുക്ക് ആവശ്യം. പറഞ്ഞുതരാം. അത് നിങ്ങളല്ല പറഞ്ഞത്. അല്ല, നിങ്ങൾ പറയും. മുൾഫർ രാജാവിന്റെ കാലഘട്ടത്താണ് ഇത് തുടങ്ങിയത് എന്ന് പറഞ്ഞത് ഞങ്ങളെ പണ്ഡിതന്മാരാ. അൽഹംദുലില്ലാ. അതാ. അൽഹംദുലില്ലാ. ഓക്കെ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഫമറ. ഇത് മതത്തിൽ വർദ്ധിപ്പിക്കലാണ്. ആര് വർദ്ധിപ്പിച്ചു? നിങ്ങളും പറഞ്ഞു. സദീഖുൽ അക്ബറിന്റെ കാലത്തില്ല, ഉമർ ഖത്താബിന്റെ കാലത്തില്ല, ഉസ്മാൻ അഫ്ഫാന്റെ കാലത്തില്ല, സഹാബത്തിന് പരിചയമില്ല, മുദഫർ രാജാവ് ഉണ്ടാക്കിയതാണ്. ഇനി നാട്ടുകാരോട് ഒറ്റ കാര്യം കൂടി പറയാം. ഒരു കാര്യം, ഈ നാട്ടുകാരോട്, മുസ്ലിയാക്കന്മാരോടല്ല, നാട്ടുകാരോട്. ഈ റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ നാടുകളിൽ എത്ര സ്ഥലത്ത് ഫ്ലക്സും ബോർഡും ബാനറും വന്നു. സദീഖുൽ അക്ബർ പറഞ്ഞിരിക്കുന്നു, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദ് റസൂലില്ലാഹ് കാന റഫീഖൻ ലീ ഫിൽ ജന്ന. അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പാരായണം ചെയ്യാൻ ഒരു ദിർഹം ആരെങ്കിലും ചെലവഴിച്ചാൽ അവൻ എന്റെ കൂടെ സ്വർഗ്ഗത്തിലാണ് എന്ന് സദീഖുൽ അക്ബർ പറഞ്ഞു എന്ന് ഇവിടേക്ക് നോട്ടീസ് ഇറങ്ങിയില്ലേ? ഈ മൂലമ ഇറക്കിയില്ലേ? എത്ര സ്ഥലത്തിറങ്ങി? ഉമർ ഫാറൂഖ് പറഞ്ഞു അത്രേ, ഒരു ദിർഹം ചെലവഴിച്ചാൽ അവൻ ബദറിൽ പങ്കെടുത്ത കൂലിയുണ്ട് എന്ന്. ഹസൻ ബസരി പറഞ്ഞു അത്രേ, എനിക്ക് ഉഹദ് മലയോളം സ്വർണ്ണമുണ്ടെങ്കിലും അത് അല്ലാഹു റസൂലിന്റെ മൗലിദ് പാരായണത്തിന് ചെലവഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ പറഞ്ഞെന്താ? റസൂലിനോ സഹാബത്തിനോ താബിഈനോ ഒന്നും പരിചയമില്ല, മുദഫർ രാജാവ് ഉണ്ടാക്കിയതാണ്. അപ്പൊ അങ്ങനെ മനസ്സിലായല്ലോ. ഇത്ര നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ദീനിൽ പെട്ട കാര്യം ഇനി കൊണ്ടുവരാൻ കഴിയില്ല, പെടാത്ത കാര്യമേ കൊണ്ടുവരാൻ കഴിയൂ. ഈ കാര്യം കൊണ്ടുവന്നത് മുദഫർ രാജാവാണ് എന്ന കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല. ഇല്ല, ശരി, തർക്കമില്ല. അപ്പൊ നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് മുദഫർ രാജാവ് കൊണ്ടുവന്നതാണ്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പ്രയോഗിച്ച പ്രയോഗമോ ഖദ് ഹദസ ബഅദൽ ഖുറൂനി സലാസ. ഹദീസിൽ വന്നതോ മൻ അഹ്ദസ, ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ. ഇതിനെപ്പറ്റി പറഞ്ഞതോ ഖദ് ഹദസ, ഇത് പുതുതായി വന്നിരിക്കുന്നു. ബഅദൽ ഖുറൂനി സലാസ, 3 തലമുറകൾ അല്ലെങ്കിൽ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം. അപ്പൊ ദീനിൽ പെട്ടതല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവെന്താണ്? 3 നൂറ്റാണ്ടിന് ശേഷമാണ് ഇത് പുതുതായി കൊണ്ടുവന്നത് എന്ന് തന്നെയാണ്. കാരണം മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതകാര്യത്തിൽ അതിൽ പെടാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ, താങ്കളും പറഞ്ഞു പെട്ട ഒന്ന് പിന്നെ കൊണ്ടുവരാൻ കഴിയില്ല, പെടാത്തേ കൊണ്ടുവരാൻ കഴിയൂ. അങ്ങനെ പെടാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ക്ഷമിക്കുക, അങ്ങനെ ആയാലോ നമുക്ക് വളരെ പ്രയോജനം, വലിയ പ്രതീക്ഷ നമുക്ക് ഉണ്ടെങ്കിൽ ഇരിക്കും. ഇങ്ങനെ പോയാൽ ഇൻഷാല്ലാഹ് അൽഹംദുലില്ലാഹ് നമുക്ക് മെച്ചപ്പെടും. അപ്പൊ ഏതായിരുന്നാലും ദീനിൽ പെടാത്ത ഒന്നാണ് ഇത്. എന്തുകൊണ്ട് ഷോർട്ടാക്കി പറയാം. അല്ലെന്തല്ല ഒരു ആവേശം കൂടി, ഇനിയും ഒരുപാട് കേൾക്കാൻ പൂതിയുള്ളതുകൊണ്ട് ഓല് പറയാം, ഇനിയും ചോദ്യം പറ്റുന്നതാണ്. ശരി, അപ്പൊ മൻ അഹദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ മതകാര്യത്തിൽ അതിൽ ഇല്ലാത്ത ഒന്ന്, അതിൽ പെടാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്. വ്യക്തമായി നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് പുതുതായി കൊണ്ടുവന്ന സംഗതിയാണ്. അല്ലെങ്കിൽ എന്ത് വേണം? അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 23 റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ ഇതാ അള്ളാഹിന്റെ റസൂൽ ഒരു കാരക്കെടുത്തിടാ, മക്കളെ സ്വഹാബികളെ, ഇതാ ഞാൻ ജനിച്ച മാസം എനിക്ക് ഇത്രേ കൊടുക്കാൻ കഴിയുള്ളൂ, അധികമൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ ഒരു കാരക്ക 4 ആക്കി പൊളിച്ചിട്ടെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ അത് ദീനിൽ പെട്ടതായി. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ആവശ്യമില്ല. നമുക്ക് നിങ്ങൾ ശ്രമിക്കേ, നമുക്ക് എന്ത് ചെയ്യാം? അത് ആചാരമായി സ്വീകരിക്കാം. ആ റസൂലുള്ളാഹിയെ അങ്ങേറ്റം സ്നേഹിച്ച സ്വഹാബിമാർ, അതിൽ തന്നെ 4 ഖലീഫമാർ, അതിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബിനെ പോലുള്ളവരൊക്കെ, അവര് 30 കൊല്ലം രാജ്യം ഭരിച്ചിട്ട് ആ നാട്ടിലെ ഭരണകർത്താക്കളായി മാറിയിട്ട് പോലും ഈ 30 കൊല്ലത്തെ റബീഉൽ അവ്വൽ മാസങ്ങൾ വന്നപ്പോൾ അവർക്ക് ഹബീബിനെ ഓർമ്മ തന്നെ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. അതേപോലെ താബിഴികൾ, 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ, ബുഖാരി മുസ്ലിം അടക്കമുള്ള മുഹദ്ദിസുകൾ, മുഹീദ്ദീൻ ശൈഖ് അടക്കമുള്ള ശൈഖന്മാർ, ഇവരുടെ ആരുടെയും കാലഘട്ടങ്ങളിൽ ഇതില്ല. നേരെ മറിച്ച് ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ വഫാത്തായ 630 വഫാത്തായ മുദഫർ എന്ന രാജാവ്, മലിക്കുൽ മുദഫർ, ധീരനായ ഒരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ഠന, മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ എന്ന് നിങ്ങളെ പണ്ഡിതന്മാർ തന്നെ എഴുതി വെച്ച ആ മുദഫർ രാജാവ്, അദ്ദേഹമാണ് ഇത് ആദ്യമായി കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അത് ദീനിൽ പെട്ടതല്ല എന്ന് വളരെ വ്യക്തമായി ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാർക്കടക്കം ഇപ്പം അൽഹംദുലില്ലാഹ് ബോധ്യമായിരിക്കുന്നു.